പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവർക്കും അക്കൗണ്ടൻസി ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിലായി ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് ഓർഗനൈസേഷൻ്റെ അക്കൗണ്ട്സുകളുമായി ബന്ധപ്പെട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും തയ്യാറാക്കുന്നത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്ത ക്യാപിറ്റൽ അക്കൗണ്ടിൽ അല്ലെങ്കിൽ കറണ്ട് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്ത ഒരു ഐറ്റമാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിന്റെ കാൽക്കുലേഷനുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി കൂടുതൽ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പറയുകയാണെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് പല എക്സാമിനേഷനുകളിലും വരാറുണ്ട്. അതുകൊണ്ട് തന്നെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ആദ്യം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്താണ് എന്ന് നമ്മൾ നേരത്തെ ചെറിയ രീതിയിൽ മനസ്സിലാക്കിയതാണെങ്കിൽ കൂടി ഒന്നുകൂടി നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസിന്റെ പ്രധാനപ്പെട്ട രേഖയായിട്ടുള്ള റിട്ടൺ ഡോക്യുമെന്റ് ആണ് പാർട്ട്ണർഷിപ്പ് ഡീഡ്. ഈ പാർട്ട്ണർഷിപ്പ് ഡീഡിലാണ് ഏതൊക്കെ തരത്തിലുള്ള പേയ്മെന്റുകളാണ് പ്രോഫിറ്റിൽ നിന്ന് നൽകാനുള്ളത് എന്ന് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നത് പാർട്ട്ണർഷിപ്പ് ഡീഡിലെ പ്രൊവിഷൻസിനെ ബേസ് ചെയ്തിട്ടാണ്. നോ ഇൻട്രസ്റ്റ് ഈസ് അലൗഡ് ഓൺ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽസ് അൺലെസ് ഇറ്റ് ഈസ് എക്സ്പ്രസ്ലി അഗ്രീഡ് എമംഗ് ദ പാർട്ട്നേഴ്സ്. സാധാരണ ഗതിയിൽ പാർട്ട്ണർഷിപ്പ് ഡീലിൽ പ്രത്യേകമായി പരസ്പരം എഗ്രി ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് സ്ഥാപനവും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യേണ്ടതില്ല. When the deed specifically provides for it, interest on capital is credited to the partners at the agreed rate with reference to the time period for which the capital remained in business during a financial year. ഇനി പാർട്ട്ണർഷിപ്പ് ഡീഡിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലിനെ കുറിച്ച് സ്പെസിഫിക് ആയി എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഓരോ പാർട്ട്ണർക്കും അവർ എഗ്രി ചെയ്തിട്ടുള്ള റേറ്റ് എത്രയാണോ അതിൽ പ്രൊവൈഡ് ചെയ്യണം. അവിടെ പരിഗണിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എത്ര പീരിയഡ്, ഒരു ഫിനാൻഷ്യൽ ഇയറിൽ എത്ര സമയം ആ ക്യാപിറ്റൽ ബിസിനസ്സിലുണ്ട്, പാർട്ട്ണർഷിപ്പ് ഫേമിലുണ്ട് എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് ജനറലി പ്രൊവൈഡഡ് ഇൻ 2 സിറ്റുവേഷൻസ്. നമ്മൾ എന്തിനാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കുന്നത്? പാർട്ട്നേഴ്സിന്, സ്ഥാപനത്തിന്റെ ഓണേഴ്സിന് സ്ഥാപനം ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട കാര്യം എന്താണ്? അതിനുള്ള ഒരു കാരണം, അതിൻ്റെ ഒരു കണ്ടീഷൻ, ഒരു സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ when the partners contribute unequal amounts of capitals but share profits equally. ഇതിൻ്റെ ഒരു സാഹചര്യം, അങ്ങനെ ഒരു പ്രൊവിഷൻ വെക്കാനുള്ള കാരണം പാർട്ട്നേഴ്സ് വ്യത്യസ്ത ഈക്വൽ അല്ലാത്ത, തുല്യമല്ലാത്ത എമൗണ്ടുകളാണ് ക്യാപിറ്റലായി കൊണ്ടുവന്നത്. അതേസമയം അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഈക്വൽ ആണ്. ഫോർ എക്സാമ്പിൾ, ഒരു പാർട്ട്ണർ എ എന്ന് പറയുന്ന പാർട്ട്ണർ 1 ലക്ഷം രൂപ ക്യാപിറ്റൽ കൊണ്ടുവന്നു. ബി എന്ന് പറയുന്ന രണ്ടാമത്തെ പാർട്ട്ണർ 50,000 രൂപയാണ് ക്യാപിറ്റൽ കൊണ്ടുവന്നത്. പക്ഷെ അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ തുല്യമാണ്. സ്ഥാപനം ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് തുല്യമായി വീതിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു പാർട്ട്ണർക്ക് ചില നഷ്ടങ്ങളുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം? വേണമെങ്കിൽ അവർ പരസ്പരം അഗ്രി ചെയ്യാം, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൂടി ഉൾപ്പെടുത്താം. അങ്ങനെയാകുമ്പോൾ കൂടുതൽ ക്യാപിറ്റൽ ഉള്ള ആൾക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് കിട്ടുന്ന കണ്ടീഷനാവും. ഓക്കെ, ഇനി രണ്ടാമത്തെ ഒരു സാഹചര്യമാണ് where the capital contribution is same but profit sharing is unequal.
ക്യാപിറ്റൽ സെയിം എമൗണ്ട് ആണ് കൊണ്ടുവന്നത്, പക്ഷെ അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ തുല്യമല്ലാത്ത ഒരു സാഹചര്യം. അപ്പോഴും എന്ത് ചെയ്യാം? ഫോർ എക്സാമ്പിൾ, രണ്ടുപേരും 1,00,000 രൂപയാണ് രണ്ട് പാർട്ട്നേഴ്സുള്ള സ്ഥാപനത്തിൽ എന്ന് വിചാരിക്കാം. തുല്യമായ എമൗണ്ട് 1,00,000 രൂപ വീതം ക്യാപിറ്റൽ കൊണ്ടുവന്നു. പക്ഷെ അവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ 2:1 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാകുമ്പോൾ ഒരാൾക്ക് പ്രോഫിറ്റ് ഷെയർ കൂടുതലായിരിക്കും. അപ്പോൾ അവിടെ ആ ഒരു പരിധി, ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ എന്ത് ചെയ്യാം? ഏതെങ്കിലും ഒരു പാർട്ട്ണർക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കാമെന്ന് എഗ്രിമെന്റ് വെക്കാം. അങ്ങനെ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന ഒരു കാര്യം ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ കടന്നു വരുന്നത്. ഓക്കെ, ദെൻ കാൽക്കുലേഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ നടത്തുമ്പോൾ 3 കാര്യങ്ങളാണ് പരിഗണിക്കേണ്ടത്. ഒന്ന്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, എത്രയാണ് ഇൻട്രസ്റ്റ് റേറ്റ്. 2, എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ, എത്ര എമൗണ്ട് ആണ് ക്യാപിറ്റലിന്റെ എമൗണ്ട് സ്ഥാപനത്തിലുള്ളത്. 3, പീരിയഡ്, എത്ര കാലം, അതായത് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 12 മാസമുണ്ട്. അപ്പോൾ ആ 12 മാസം മുഴുവനായിട്ട് ക്യാപിറ്റൽ സ്ഥാപനത്തിലുണ്ടോ, അതോ ഇടയ്ക്ക് കുറച്ച് ഭാഗം വിഡ്രോ ചെയ്യുന്നുണ്ടോ, തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിഗണിക്കേണ്ടതുണ്ട്. ഇനി പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്, നോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് പേയബിൾ ഇഫ് ദ ഫേം ഈസ് വർക്കിംഗ് അറ്റ് എ ലോസ്. സ്ഥാപനം നഷ്ടത്തിലോടുക വർഷങ്ങളിൽ പാർട്ട്ണർഷിപ്പ് ഡീലിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കേണ്ട കാര്യമില്ല. സ്ഥാപനം പ്രോഫിറ്റിലാണെങ്കിൽ മാത്രമേ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, ദെൻ നമുക്ക് ഇതിൻ്റെ കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യത്തെ ഒരു എക്സാമ്പിൾ നമ്മൾ എടുക്കുകയാണ്. ആദ്യത്തെ കേസാണ്, when there is no addition or withdrawal from capital during the year. സാമ്പത്തിക വർഷത്തിൽ ക്യാപിറ്റൽ അധികമായി ക്യാപിറ്റൽ കൊണ്ടുവരിക അല്ലെങ്കിൽ ക്യാപിറ്റലിൽ നിന്നുള്ള വിഡ്രോവൽസോ ഇല്ല. ക്യാപിറ്റൽ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാപിറ്റൽ ഉണ്ട്, അതുകൂടാതെ പുതുതായി ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടില്ല, അതുപോലെ ക്യാപിറ്റലിൽ നിന്നൊരു പാർട്ട്ണറും ഒന്നും വിഡ്രോ ചെയ്തിട്ടില്ല. അങ്ങനത്തെ ഒരു സാഹചര്യമാണ്. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. മോഹിനി, രശ്മി and Naveen entered into partnership, bringing in rupees 3 lakh, 2 lakh and 1 lakh respectively into the business. 3 പാർട്ട്നേഴ്സ് ആണ്. 3,00,000 രൂപ, 2,00,000 രൂപ, 1,00,000 രൂപ ഇവരുടെ ക്യാപിറ്റൽ. They decided to share profits and losses equally and agreed that interest on capital will be provided to the partners at the rate 10% per annum. There was no addition or withdrawal of capital by any partner during the year. Calculate interest on capital. Mohini, interest on capital. Mohiniയുടെ opening balance of capital 3 lakh into 10 by 100 equal to 30,000. Then Reshmiയുടെ interest on capital 2 lakh into 10 by 100 equal to 20,000. Naveen, interest on capital rupees 1 lakh into 10 by 100 equal to 10,000. അപ്പോൾ അതിൽ നമുക്ക് സംശയങ്ങളൊന്നുമില്ല, നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ്. മറ്റൊരു കേസാണ്, when there is additional capital contribution during the accounting year. ഇത് ഫിനാൻഷ്യൽ ഇയറിന്റെ തുടക്കത്തിൽ ബാലൻസ് ഉണ്ടായിരിക്കും, ക്യാപിറ്റൽ ബാലൻസ് ഉണ്ടായിരിക്കും. അത് കൂടാതെ ആ വർഷം ഏതെങ്കിലും സമയത്ത് ഏതെങ്കിലും പാർട്ട്നേഴ്സ് അഡീഷണൽ ആയിട്ട് ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ നടത്തുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു എക്സാമ്പിളിലൂടെ നോക്കാം. മൻസൂർ ആൻഡ് രേഷ്മ, ഹു ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം ആൻഡ് their capital accounts showed the balance of rupees 2 lakh and rupees 1 lakh respectively on April 1st, 2016. Mansoor introduced additional capital of rupees 1 lakh on August 1st, 2016 and Reshma brought in further capital of rupees 1,50,000 on October 1st, 2016. Interest is to be allowed at 6% per annum on the capitals. Calculate interest on capital of Mansoor and Reshma. Opening balance of capital, രണ്ട് പേരുടെ
2 lakh and 1,50,000. അത് കൂടാതെ ആ ഫിനാൻഷ്യൽ ഇയറിൽ ഏപ്രിൽ 1 തുടങ്ങുന്ന ഫിനാൻഷ്യൽ ഇയറിൽ ഇവർ കോൺട്രിബ്യൂട്ട് ചെയ്ത അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നു. സ്ഥാപനത്തിന് എന്തെങ്കിലും ആവശ്യമുള്ള സമയത്ത് കൊണ്ടുവന്നത് 1 lakh ആണ്. ഒരാൾ ആരാ കൊണ്ടുവന്നു? 1 lakh. മൻസൂർ ഇൻട്രൊഡ്യൂസ്ഡ് അഡീഷണൽ ക്യാപിറ്റൽ ഓഫ് റുപ്പീസ് 1 lakh on August 1st, 2016, and Reshma brought in further capital of rupees 1,50,000 on October 1, 2016. രേഷ്മ കൊണ്ടുവന്ന അഡീഷണൽ ക്യാപിറ്റൽ 1,50,000 കൊണ്ടുവന്ന ഡേറ്റ് ഒക്ടോബർ 1, 2016. അങ്ങനെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാം. മൻസൂറിന്റെ കേസിൽ മൻസൂറിന്റെ ഓപ്പണിംഗ് ബാലൻസ്, ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാപിറ്റലിന്റെ മുകളിലാണ്. എപ്പോഴും മറക്കാൻ പാടില്ല, ഓപ്പണിംഗ് ബാലൻസ് ആണ് ഇതിന്റെ ബേസ്. ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാപിറ്റൽ 2 lakh ഇൻറ്റു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 6 ആണ്. 6/100 ഫുൾ ഇയർ. ഈ ക്യാപിറ്റൽ സ്ഥാപനത്തിന് ഫുൾ ഇയർ ഉണ്ട്. അത് കൂടാതെ അഡീഷണൽ ആയി കൊണ്ടുവന്ന 1 lakh ഇൻറ്റു 6/100. അപ്പോൾ അവിടെ അതിൻ്റെ സമയം എത്ര കാലം, അതിൻ്റെ ടൈം എത്ര നമ്മുടെ സ്ഥാപനത്തിൽ ആ ക്യാപിറ്റൽ ഉണ്ടായി. അഥവാ ഈ 1 lakh കൊണ്ടുവന്നത് ഓഗസ്റ്റ് 1 അപ്പോൾ ഓഗസ്റ്റ് 1 എന്ന് പറയുമ്പോൾ അടുത്ത മാർച്ച് 31 വരെ. ഇവിടെ ഏപ്രിൽ 1 ഫിനാൻഷ്യൽ ഇയർ ആരംഭിക്കുന്നത്. അപ്പോൾ മാർച്ച് 31 ക്ലോസിംഗ്. അപ്പോൾ ഓഗസ്റ്റ് 1 മുതൽ നമ്മൾ കണക്ക് കൂട്ടുക. ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്. 8 മാസം. അപ്പോൾ 8 മാസത്തേക്കുള്ള ഇൻട്രസ്റ്റ് കാണും. അപ്പോൾ 1 lakh 8 മാസത്തേക്കുള്ള ഇൻട്രസ്റ്റ് 1 lakh ഇൻറ്റു 6/100 ഇൻറ്റു 8/12 ഈക്വൽ ടു 2 lakh ഇൻറ്റു 6/100 12,000 പ്ലസ് 1 lakh ഇൻറ്റു 6/100 ഇൻറ്റു 8/12 ഈക്വൽ ടു 4,000. ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ credited to Mansoor's capital account is rupees 16,000. Then ഇനി രേഷ്മയുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. രേഷ്മയ്ക്ക് എത്രയാണ് സ്ഥാപനം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കേണ്ടത്? ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാപിറ്റൽ 1,50,000 ഇൻറ്റു 6/100 6% ഇൻട്രസ്റ്റ് അഥവാ 9,000 പ്ലസ് അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നത് 1,50,000 ഇൻറ്റു 6/100 6% ഇൻട്രസ്റ്റ് ഇൻറ്റു 6 മാസത്തേക്കുള്ളത്. എന്തുകൊണ്ട് 6 മാസം? ഇവിടെ ഒക്ടോബർ 1 ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് 6 മാസം. ഓക്കെ, 6 മാസത്തേക്ക് അപ്പോൾ 4,500 രൂപ. ടോട്ടൽ 13,500 രൂപ. അപ്പോൾ രണ്ടുപേരുടെയും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി മറ്റൊരു കേസാണ് when there is withdrawal out of capital during the year. ക്യാപിറ്റലിൽ നിന്ന് വിഡ്രോവൽസ് ഏതെങ്കിലും വർഷം ഉണ്ടെങ്കിൽ. ഒരു എക്സാമ്പിൾ, Salome and Srishti are partners in a firm. Their capital accounts as on April 1st, 2016 showed a balance of rupees 2 lakh and rupees 3 lakh respectively. ഇവരുടെ രണ്ട് പാർട്ട്നേഴ്സിന്റെ സലോമി ആൻഡ് സൃഷ്ടി, ഇവരുടെ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാപിറ്റൽ 2 lakh and 3 lakh. On July 1st, 2016, Salome introduced additional capital of rupees 50,000 and Srishti rupees 60,000. സലോമി അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നു ജൂലൈ 1 50,000. അതുകൂടാതെ സൃഷ്ടി 60,000 രൂപയും കൊണ്ടുവന്നു. ഓൺ ഒക്ടോബർ 1 സലോമി വിഡ്രോ rupees 30,000 and on January 1st, 2016 സൃഷ്ടി വിഡ്രോ rupees 15,000 from their capitals. അപ്പോൾ ആ വർഷം അവർ ക്യാപിറ്റലിൽ നിന്ന് വിഡ്രോവൽസ് കൂടി നടത്തിയിട്ടുണ്ട്. അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ട്, അതുകൂടാതെ വിഡ്രോവൽസ് ഉണ്ട്. ഇൻട്രസ്റ്റ് ഈസ് അലൗഡ് അറ്റ് 8% per annum. ഇൻട്രസ്റ്റ് 8% നമ്മൾ കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അപ്പോൾ സലോമിയുടെ ഇൻട്രസ്റ്റ് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യാം. സലോമിയുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇൻട്രസ്റ്റ് ഓൺ rupees 2 lakh ഫോർ ഫുൾ ഇയർ. സലോമിയുടെ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാപിറ്റൽ 2 lakh ആണ്. അത് സ്ഥാപനത്തിൽ ഫുൾ ഇയർ ഉണ്ട്. rupees 16,000 ആണ്. 2 lakh into 8/100 rupees 16,000. Then add interest on additional capital. Additional capital and interest കൂടി കാൽക്കുലേറ്റ് ചെയ്യണം. Add interest on rupees 50,000 for 9 months. എന്നാണ് കൊണ്ടുവന്നത്? ഓൺ ജൂലൈ 1 സലോമി 50,000 രൂപ കൊണ്ടുവന്നു. ജൂലൈ മുതൽ മാർച്ച് 31 വരെ നമുക്ക് 9 മാസമാണ്. 8% ഇൻട്രസ്റ്റ് 9 മാസത്തേക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 3,000 രൂപ കിട്ടും. ദെൻ അതിൻ്റെ ടോട്ടൽ 19,000 രൂപ
പക്ഷെ സലോമി എന്ത് ചെയ്തിട്ടുണ്ട്? സലോമി വിഡ്രോ ₹30,000 ഓൺ October 1. October 1 സലോമി ക്യാപിറ്റലിൽ നിന്നും 30,000 രൂപ വിഡ്രോ ചെയ്തു. അപ്പോൾ നമ്മൾ അത്രയും എമൗണ്ടിന്റെ ഇൻട്രസ്റ്റ് ലെസ് ചെയ്യണം, കുറക്കണം. എന്ത് ചെയ്യാം? ലെസ് ഇൻട്രസ്റ്റ് ഓൺ 30,000 ഫോർ 6 months. എവിടുന്നാണ് നമുക്ക് ഈ 6 months കിട്ടിയത്? October 1 മുതൽ March 31 വരെ. October, November, December, January, February, March. ഓക്കെ, അപ്പോൾ അത് 30,000 ഇൻറ്റു 8/100 ഇൻറ്റു 6/12 ഈക്വൽ ടു 1200. ഇത് നമ്മൾ ലെസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് 17,800 രൂപ. ദെൻ നമുക്ക് സൃഷ്ടിയുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സൃഷ്ടിയുടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി സൃഷ്ടിയുടെ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാപിറ്റൽ ₹3 lakh ആണ്. ആ 3 lakhന് നമ്മൾ ഫുൾ ഇയറിന് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. 3 lakh ഇൻറ്റു 8/100 %8 ആണ്, ഈക്വൽ ടു 24,000. അതിൻ്റെ കൂടെ അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ട്. അഡീഷണൽ ക്യാപിറ്റൽ ₹60,000. അത് കൊണ്ടുവന്നത് July 1, 2016 തന്നെ. അപ്പോൾ 9 മാസത്തേക്ക് അഡീഷണൽ ക്യാപിറ്റലിന് ഉള്ള ഇൻട്രസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. 60,000 ഇൻറ്റു 8/100 ഇൻറ്റു 9/12 3,600 9 മാസത്തേക്ക്. ഓക്കെ, ദെൻ ഇത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 27,600 രൂപ. ഒരു കാര്യം, നമ്മളിതിൽ വിഡ്രോവൽസ് ഉണ്ട്. ക്യാപിറ്റലിൽ നിന്ന് സൃഷ്ടി വിഡ്രോ ചെയ്ത എമൗണ്ട് January 1 ആണ് വിഡ്രോ ചെയ്തത്, അഥവാ 15,000 രൂപ January 1 വിഡ്രോ ചെയ്തു. അപ്പോൾ 3 മാസത്തെ ഇൻട്രസ്റ്റ് നമ്മൾ മൈനസ് ചെയ്യണം. January, February, March മൈനസ് ചെയ്യാം. ഇൻട്രസ്റ്റ് ഓൺ 15,000 ഫോർ 3 months ₹15,000 ഇൻറ്റു 8/100 ഇൻറ്റു 3/12 ഈക്വൽ ടു 300. മൈനസ് ചെയ്യുമ്പോൾ നമ്മൾ കിട്ടുന്ന എമൗണ്ട് 27,300 രൂപയാണ്. ഇങ്ങനെയാണ് നമ്മൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വിഡ്രോവൽ കൂടിയുണ്ടെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ദെൻ നാലാമത്തെ ഒരു കേസാണ് ഇഫ് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാപിറ്റൽ ഈസ് നോട്ട് ഗിവൺ. നമ്മൾ പഠിച്ചു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എപ്പോഴും ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാപിറ്റലിന്റെ മുകളിലാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് എക്സാമിനേഷനിൽ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാപിറ്റൽ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ആദ്യം ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്തെടുക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ ഈ എക്സാമ്പിൾ നോക്കാം. John and Joseph are partners sharing profits and losses in the ratio of 3:1. 3:1 ആണ് ഇവരുടെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. Their capitals at the end of the financial year. ഇവിടെ പ്രത്യേകം നോക്കുക, എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ ആണ് പറഞ്ഞത്. എൻഡ് എന്ന് പറഞ്ഞാൽ അവസാനം അഥവാ ക്ലോസിംഗ് ഫിനാൻഷ്യൽ ഇയർ വേർ ₹1,50,000 and ₹75,000. During the year, John's drawings were ₹20,000 and drawings of Joseph were ₹5,000, which had been duly debited to partners capital account. അപ്പോൾ ആ വർഷം ക്ലോസിംഗ് ക്യാപിറ്റലാണ് നമുക്ക് തന്നിട്ടുള്ളത്. ആ വർഷം ഇവരുടെ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് ജോണിന്റെ 20,000 രൂപയും ജോസഫിന്റെ 5,000 രൂപയാണ്. അപ്പോൾ ക്ലോസിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഓപ്പണിംഗ് ക്യാപിറ്റൽ മൈനസ് ഡ്രോയിങ്സ് പരിഗണിച്ചിട്ടാണ് ക്ലോസിംഗ്. അതാണ് ഈ എമൗണ്ട് 1,50,000 and 75,000. Then profit before charging interest on capital for the year was 16,000. ഈ വർഷത്തെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പരിഗണിച്ചിട്ടില്ല. അത് പരിഗണിക്കാതെയുള്ള ആ വർഷത്തെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ പ്രോഫിറ്റ് ₹16,000 ആണ്. ദ സെയിം ഹാഡ് ആൾസോ ബീൻ ഡെബിറ്റഡ് ഇൻ ദയർ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ആ പ്രോഫിറ്റും എന്ത് ചെയ്തിട്ടുണ്ട്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് വഴി ഇവർക്ക് നൽകിയിട്ടുണ്ട്. Joseph had brought additional capital of ₹16,000 on October 1, 2015. Calculate interest on capital at the rate of 12% for the year 2015-16. ഇവിടെ ഈ പ്രശ്നം എത്രയേ ഉള്ളൂ, നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യണം. അതിനുവേണ്ടി നമുക്കിവിടെ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാപിറ്റൽ എത്രയാണെന്ന് അറിഞ്ഞുകൂടാം. പക്ഷെ മറ്റു പല ഡീറ്റെയിൽസും തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ആദ്യം ഇവിടെ ചെയ്യേണ്ടത് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാപിറ്റൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? നമ്മളിവിടെ ക്ലോസിംഗ് ബാലൻസ് തന്നിട്ടുണ്ട്, നമ്മൾ ജസ്റ്റ് റിവേഴ്സ് ചെയ്യാം. നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റലിന്റെ കൂടെ
ആ വർഷത്തെ പ്രോഫിറ്റും ആ വർഷത്തെ മറ്റു സാലറി, കമ്മീഷൻ ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ കൂട്ടിയതും പ്രോഫിറ്റ് ഷെയറും കൂടി ചേർന്നതാണ് ക്ലോസിംഗ് ബാലൻസ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് റിവേഴ്സ് ചെയ്യാം. ആദ്യം ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാപിറ്റൽ അഥവാ ക്യാപിറ്റൽ അറ്റ് ദ എൻഡ് ജോൺ 1,50,000, ജോസഫ് 75,000. അതിൻ്റെ കൂടെ അവരുടെ ആ വർഷത്തെ ഡ്രോയിങ്സ് ആഡ് ചെയ്യാം. നമ്മൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ മൈനസ് ഡ്രോയിങ്സ് ആണ് ക്ലോസിംഗ് ക്യാപിറ്റൽ. ഇവിടെ ക്ലോസിംഗ് ക്യാപിറ്റൽ പ്ലസ് ഡ്രോയിങ്സ് ആയിരിക്കും എന്ത് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാപിറ്റൽ. ഓപ്പണിംഗ് അപ്പോൾ അത് ആഡ് ചെയ്യാം. ജോണിൻ്റെ 20,000, അപ്പോൾ ടോട്ടൽ 1,70,000. ഈ ജോസഫിൻ്റെ കേസിൽ 5,000 ആണ് ഇയാളുടെ ഡ്രോയിങ്സ്, അത് ആഡ് ചെയ്തു 80,000. ദെൻ ഈ ലെസ് ഷെയർ ഓഫ് പ്രോഫിറ്റ്. ഷെയർ ഓഫ് പ്രോഫിറ്റ് എത്രയാണ്? നമുക്കറിയാം ഇവിടെ 16,000 ആണ് പ്രോഫിറ്റ്. ഈ പ്രോഫിറ്റ് ഏത് റേഷ്യോയിൽ അവർ ഡിവൈഡ് ചെയ്തിട്ടുണ്ടാവുക? 3:1 അല്ലേ? അപ്പോൾ ഇയാൾക്ക് കിട്ടുന്ന ഷെയർ എത്രയായിരിക്കും? 12,000. 16,000 ഇൻറ്റു 3/4 ഈക്വൽ ടു 12,000. ജോസഫിൻ്റെ കേസിൽ 16,000 ഇൻറ്റു 1/4 ഈക്വൽ ടു 4,000. ഓക്കെ, ദെൻ അപ്പോൾ കിട്ടുന്ന എമൗണ്ട് ജോണിൻ്റെ ക്യാപിറ്റൽ ബാലൻസ് 1,58,000, ജോസഫിൻ്റെ 76,000. പിന്നെ ഇവരെ ഒരാളുടെ കേസിൽ ജോസഫ് അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തിരിച്ചു പോവാണ്. ഓപ്പണിംഗ് ക്യാപിറ്റലിന്റെ കൂടെ അഡീഷണൽ ക്യാപിറ്റൽ കൂട്ടിച്ചേർത്താൽ നമുക്ക് ക്ലോസിംഗ് ക്യാപിറ്റൽ കിട്ടും. അപ്പോൾ ക്ലോസിംഗ് ക്യാപിറ്റലിൽ നിന്ന് അഡീഷണൽ ക്യാപിറ്റൽ മൈനസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഓപ്പണിംഗ് ബാലൻസ് കിട്ടും. അപ്പോൾ ഒരാളുടെ കേസ് ലെസ് അഡീഷണൽ ക്യാപിറ്റൽ, ഇയാൾ അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നില്ല ജോൺ. ദെൻ ജോസഫ് കൊണ്ടുവന്നത് 16,000 രൂപ നമ്മൾ അതിനെ ലെസ് ചെയ്തു, ഓക്കെ, മൈനസ് ചെയ്തു. അപ്പോൾ കിട്ടുന്ന എമൗണ്ട് ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാപിറ്റലാണ് രണ്ടുപേരുടെയും. ജോണിൻ്റെ 1,58,000 രൂപയും ജോസഫിൻ്റെ 60,000 രൂപയും. ഇനി നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പ്രയാസമില്ല. ഓപ്പണിംഗ് ബാലൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വളരെ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ജോൺ ഈക്വൽ ടു 1,58,000 ഇൻറ്റു 12/100 ഈക്വൽ ടു 18,960. ഈ ജോസഫിൻ്റെ കേസ് വരുമ്പോൾ അയാൾക്ക് അഡീഷണൽ ക്യാപിറ്റൽ കൂടിയുണ്ട്. 60,000 ആണ് ഓപ്പണിംഗ് ബാലൻസ്. ഓപ്പണിംഗ് ബാലൻസിന് 12% 7,200. ആഡ് അഡീഷണൽ ക്യാപിറ്റലിനും ഇൻട്രസ്റ്റ് വേണമല്ലോ. നമ്മൾ അഡീഷണൽ ക്യാപിറ്റൽ 16,000 ഇൻറ്റു 12/100 ഇൻറ്റു 6/12, 6 മാസം. എന്തുകൊണ്ടാണ് ഈ 6 മാസം എവിടുന്ന കിട്ടിയത്? ഒക്ടോബർ 1 ഇയാൾ ക്യാപിറ്റൽ കൊണ്ടുവന്നത് അഡീഷണൽ. ഒക്ടോബർ, നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച്. ഓക്കെ, അപ്പോൾ അതിൻ്റെ എമൗണ്ട് കൂടി ആഡ് ചെയ്യണം. ടോട്ടൽ നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എത്രയാണ്? ജോസഫിന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കേണ്ടത് 8,160 രൂപ. ജോണിന് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൊടുക്കേണ്ടത് 18,960 രൂപ. അപ്പോൾ ഓക്കെ, ഇത്രയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാനുള്ളത്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.